രാത്രി 2:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വലിയ ശബ്ദം ആളുകളൊക്കെ കേട്ടിരുന്നു. പക്ഷേ വാട്ടർ ടാങ്ക് ഇത്തരത്തിൽ തകർന്നതാണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. പിന്നീട് ഈ വീടുകളിലേക്ക് തന്നെ വെള്ളം എത്തിയതോടുകൂടി തന്നെയാണ് ഇവർക്ക് ഈ കാര്യം മനസ്സിലായത്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ ഒരു ഭാഗമാണ്, വാട്ടർ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇന്നലെ രാത്രി തകർന്നിട്ടുള്ളത്. ഏതാണ്ട് 45 വർഷത്തിലധികം പഴക്കമുള്ള വാട്ടർ ടാങ്കാണിത്. കൊച്ചി കോർപ്പറേഷനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്ന വാട്ടർ ടാങ്കാണ്. 1,38,00,000 ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുള്ളത്. 2 കമ്പാർട്ട്മെൻറ്റാണ്. രാവിലെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് 2 കമ്പാർട്ട്മെൻറ്റാണ് ഈ വാട്ടർ ടാങ്കിനകത്തുള്ളത്. ഇതിൽ ഒരു കമ്പാർട്ട്മെൻറ്റിനാണ് നിലവിൽ അപകടം സംഭവിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ് വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഓവർഹെഡ് ടാങ്ക് അല്ലേ, നിലത്തുള്ള ടാങ്കാണോ? ഇത് നിലത്തുള്ള ടാങ്കാണ്. ഇത് വലിയ വിസ്തൃതിയിൽ നിലത്ത് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന, അധികം പൊക്കമില്ല, ഒരു 2.5 ആൾ പൊക്കം മാത്രമുള്ള പക്ഷേ വലിയ വിസ്തൃതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ്. ആ വാട്ടർ ടാങ്കാണ് ഇന്നലെ രാത്രി ഈ അപകടത്തിൽ ഇങ്ങനെ തകരുന്നതും. ഇതിനകത്തുണ്ടായിരുന്ന വെള്ളം മൊത്തം ഈ സ്ഥലങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ തന്നെ ഇത് പ്രധാനമായും 60ഓളം കുടുംബങ്ങളെയാണ് ബാധിച്ചിട്ടുള്ളത്. ഈ വാട്ടർ ടാങ്കിന് സമീപമുണ്ടായിരുന്ന വീടുകളിലൊക്കെ തന്നെ മതിലുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് ഈ വെള്ളം കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഈ റോഡൊക്കെ തന്നെ പൂർണ്ണമായും മതിലും മൊത്തം തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ JCB ഉപയോഗിച്ച് ഇവിടെയുള്ള ഈ പ്രവർത്തനങ്ങളല്ല, ഇപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിനുള്ള പണികൾ ഇവിടെ പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഈ വാഹനങ്ങളടക്കം തകർന്ന് കിടക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡിന് ഇതിങ്ങനെ അങ്ങോട്ട് കുറേ അധികം ദൂരത്തിൽ ഇത്ര വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ JCB ഉപയോഗിച്ച് ഇപ്പോൾ ഒരു സൈഡിൽ നിന്നും ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെയുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലടക്കം വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ കളക്ടർ G. പ്രിയങ്ക അല്പസമയം മുൻപ് ഇവിടെ എത്തിയിരുന്നു. തൃക്കാക്കര MLA ഇവിടെ എത്തിയിരുന്നു. കളക്ടർ പറഞ്ഞതനുസരിച്ച് നിലവിൽ ആലുവയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ പമ്പിംഗ് അത് പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. പകരം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പമ്പിംഗ് അല്ലെങ്കിൽ വെള്ളം അതിങ്ങോട്ടേക്ക് എത്തിക്കാതെ മറ്റ് പൈപ്പുകളിൽ കൂടി കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് നിലവിൽ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹം ഇവിടെ വന്ന ശേഷം കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം 11 മണിക്ക് ഉന്നതതല യോഗം ഗസ്റ്റ് ഹൗസിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇതിൻ്റെ തുടർ നടപടികളടക്കം ഏതായാലും ഇപ്പോൾ ഈ ഇൻസ്പെക്ഷൻ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഇൻസ്പെക്ഷൻ അടക്കം ഇവിടെ നടക്കുന്നുണ്ട്. കാരണം വലിയ തോതിലുള്ള നാശനഷ്ടം, ഈ നാശനഷ്ടം നമുക്ക് കാണാൻ സാധിക്കും. മതിലുകൾ തകർന്നുകൊണ്ട് ഈ വാഹനങ്ങൾ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിൽ ഈ പ്രദേശം ആകെ തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നാശനഷ്ടങ്ങളുടെ മൊത്തം കണക്കെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ നഷ്ടപരിഹാരം ഉറപ്പാക്കും. ഈ വാഹനമടക്കം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് അങ്ങോട്ടിങ്ങനെ ഒരുപാട് ദൂരത്തിൽ ഇതുപോലുള്ള സമാനമായ കാഴ്ചകൾ തന്നെയാണുള്ളത്. മതിലുകൾ തകർന്നും വാഹനങ്ങൾക്കടക്കം വലിയ കേടുപാടുകൾ ഉണ്ടായതുമൊക്കെ കാഴ്ചകളാണ്. അപ്പോൾ ഏതായാലും ഈ 11 മണിക്കുള്ള യോഗത്തിൽ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കും. നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത ശേഷം നിയമ നടപടികൾ പൂർത്തിയാക്കി നഷ്ടപരിഹാരം കൃത്യമായി നൽകാനുള്ളൊരു ശ്രമം തന്നെ നടക്കുമെന്നാണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അല്പസമയത്തിനകം മന്ത്രി കൂടി ഇവിടെ സന്ദർശിക്കും. വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇവിടെ കണക്കെടുപ്പ് നടക്കുന്നത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഇൻസ്പെക്ഷൻ നിലവിൽ ഈ ടാങ്കിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉടൻ തന്നെ പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിലെ 30% കുടിവെള്ള വിതരണം അത് പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ, പേട്ട, മരട് ഭാഗങ്ങളിലൊക്കെ തന്നെ ജലവിതരണം പൂർണ്ണമായും മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ബദൽ മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ നടക്കുന്നതെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അജിംസ്, നിതിൻ, ഇത് ഒരു 30% ഏരിയയിലെ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് പറയുമ്പോൾ അവിടെ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുമോ ഇനി? തമ്മനത്തെ കുടിവെള്ള ടാങ്കാണ് പൊട്ടിയത്. ഇന്നലെ രാത്രി 2:30-ക്കാണ് പൊട്ടിയത്. സമീപത്തെ വീടുകളിലെ വെള്ളം കയറുക മാത്രമല്ല, വീടിൻ്റെ മതിലുകൾ പൊളിയുന്നു, വാഹനങ്ങൾ തകരാറിലാവുന്നു, വീടുകളിൽ വെള്ളം കയറേണ്ട നാശനഷ്ടം വേറെ. ആ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ഏതാണ്ട് 30% സ്ഥലത്തേക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടേക്ക് കുടിവെള്ള ടാങ്കുകളിൽ വെള്ളം എത്തിക്കേണ്ടി വരും. വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഒഴിവായത്. കാരണം ഇതൊരു ഓവർഹെഡ് ടാങ്ക് ആയിരുന്നെങ്കിൽ അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി വലുതാകുമായിരുന്നു. ഇത് താഴെ നിലത്ത് സ്ഥാപിച്ചിട്ടുള്ള ടാങ്കാണ് എന്നുള്ളതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായില്ല. ഒരു ഡാം പൊട്ടുന്ന പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സമീപത്തെ എല്ലാ വീടുകളിലും പ്രാഥമിക കേന്ദ്രത്തിലൊക്കെ വെള്ളം കയറി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.
1,35,00,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. അപ്പോൾ ആ അപകടത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ഡാം പൊട്ടുന്നതിന് സമാനമായ ഒരു പ്രതീതിയായിരിക്കും സമീപത്ത് ഉണ്ടായിട്ടുണ്ടാവുക. നിതിൻ സേവ്യർ വീണ്ടും ചേരും. നിതിൻ, ഈ കുടിവെള്ളം മുടങ്ങിയ ഇടങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും? തീർച്ചയായും ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാകുന്നത് കുടിവെള്ളം വിതരണം പുനരാരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട് എന്നാണ്. അതിനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്. പ്രധാനമായും ഈ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം വരുന്നത് ആലുവയിൽ നിന്നാണ്. ആ പമ്പിങ് പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. പകരം മറ്റു സ്ഥലങ്ങളിൽ നിന്നും വെള്ളം എത്തിച്ച് ഈ കുടിവെള്ള പൈപ്പ് വഴി തിരിച്ചുവിട്ട് ഈ സ്ഥലങ്ങളിലേക്ക്, പ്രധാനമായും ഈ വെള്ളം ലഭിക്കാതെ പോകുന്ന സ്ഥലങ്ങളിലേക്ക് മറ്റു പൈപ്പുകൾ വഴി വെള്ളം എത്തിക്കുക എന്നൊരു നടപടിയാണ് നിലവിൽ വാട്ടർ അതോറിറ്റി ശ്രമിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായും നിലവിൽ വലിയ തോതിലുള്ള കുടിവെള്ള വിതരണ തടസ്സം നേരിടുന്നുണ്ട്. പ്രധാനമായും കൊച്ചി കോർപ്പറേഷനിലെ 30% വെള്ളം ഈ ഒരു വാട്ടർ ടാങ്കിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് പൂർണ്ണമായും തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പ്രധാനമായും തൃപ്പൂണിത്തുറ, മരട്, പേട്ട ഭാഗങ്ങളിലാണ് ഈ വെള്ളം പോകുന്നത്. ഒപ്പം തന്നെ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ മൊത്തത്തിൽ ഇത് ബാധിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആ പ്രദേശങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വെള്ളം ബദൽ മാർഗത്തിലൂടെ എത്തിക്കുക എന്നൊരു ശ്രമമാണ് നടക്കുന്നത്. മറ്റ് പൈപ്പുകൾ വഴി, മറ്റ് കുടിവെള്ള പൈപ്പുകൾ വഴി ഇത്തരത്തിൽ ഈ വെള്ളം എത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇവിടെ സന്ദർശിച്ച ശേഷം അദ്ദേഹം 11 മണിക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ട്. അവിടെ കളക്ടറുടെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടക്കും. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പറയുക. മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പസമയത്തിൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്.